വചനവടുവുകളുടെ പുതിയ ഉടായിപ്പുകൾ. ഇന്ത്യയിലെ വചനക്കൊള്ളക്കാരായ അപ്പോസ്തലന്മാരുടെ അപ്പൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ പറ്റുന്ന മുതലാണ് അപ്പൂപ്പൻ PG വർഗീസ്. വചനം വിറ്റ് എങ്ങനെ കാശുണ്ടാക്കാമെന്ന് ന്യൂജൻ അപ്പോസ്തലന്മാരെ കാണിച്ചു കൊടുത്ത ഇരുത്തം വന്ന ആ വചനക്കച്ചവടക്കാരനാണ് അദ്ദേഹം. വചനക്കച്ചവടത്തിലൂടെ ആവശ്യത്തിന് സമ്പത്ത് ഉണ്ടാക്കി. ഡൽഹിയിലാണ് സ്ഥിരമായി ഇപ്പോൾ കുറ്റിയടിച്ചിരിക്കുന്നതെങ്കിലും നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങൾ ആകുമ്പോൾ, തണുപ്പ് അധികമാകുമ്പോൾ PG അണ്ണൻ ഇങ്ങ് കേരളത്തിലേക്ക് വണ്ടി കയറും. വാദത്തിൻ്റെ അസ്ഹ്യത ഉള്ളതുകൊണ്ട് ഈ സമയങ്ങളിൽ ഡൽഹിയിൽ നിൽക്കുവാൻ പറ്റാത്തതുകൊണ്ട് ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങ് പോരും. പിന്നെ മധ്യവേനൽക്കാലമാകുമ്പോൾ തിരികെ പോകും. വചനം വേറെ, വാദം വേറെ, വിശ്വാസം വേറെ, യാഥാർത്ഥ്യം വേറെ, പള്ളി വേറെ, പാ വേറെ. കേരളത്തിൽ പച്ചപിടിച്ചു വരുന്ന അപ്പോസ്തലന്മാരുടെ കൺസൾട്ടൻ്റായിട്ടായിരിക്കും ഇക്കാലയളവിൽ അദ്ദേഹം കേരളത്തിൽ സേവനമനുഷ്ഠിക്കുക. കൊട്ടാരക്കരയിലെ അപ്പോസ്തലൻ വചനക്കൊള്ളക്കാരന്മാർക്കിടയിൽ അറിയപ്പെടുന്നത് മിടുക്കരെ പുളുത്തി എന്നാണ്. തലമൂത്ത, ദൈവത്തിന് പോലും പിടികൊടുക്കാത്ത കുപ്രസിദ്ധ വചനക്കൊള്ളക്കാരനായ PG വർഗീസിനെ വരെ കുപ്പിയിലിറക്കി തൻ്റെ ആത്മീയ കച്ചവടത്തിന് ഉപയോഗിച്ച ആ മുടിഞ്ഞ കഴിവ് പരിഗണിച്ചാണ് അദ്ദേഹത്തിന് മിടുക്കനെ പുളുത്തി എന്ന ആ സ്ഥാനപ്പേര് ചാർത്തിക്കൊടുത്തത്. അഭിഷേകത്തിന്റെ തീ കത്തട്ടെ, അവരുടെ കരങ്ങളിൽ ആ തീ കത്തട്ടെ, അവരുടെ അധേരത്തിൽ ആ തീ കത്തട്ടെ. Lord, I release the fire. 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 അതെ, കത്തിക്കടാ, കത്തിക്ക്. PG അങ്കിളിനെ കൊണ്ടുവന്ന് അപ്പോസ്തലൻ നടത്തിയ ഒരു ബുക്ക് മാർക്കറ്റിംഗ് ശുശ്രൂഷ കണ്ടാലും PG വർഗീസിനോട് എനിക്ക് ഒരു കാര്യത്തിൽ വളരെ ബഹുമാനമുണ്ട്. ഏച്ചുകെട്ടും വെച്ചുകെട്ടുമൊന്നുമില്ല. തലയിൽ കണ്ടോ, ഇത്രയും കാശുണ്ടെങ്കിലും ഒരു വിഗ് പോലും മേടിച്ചു വെച്ചിട്ടില്ല. പിന്നെ പോക്കറ്റ് അധികമുള്ള നിക്കറിടുമെന്ന ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. ഇടേണ്ടേ, എവിടെയെങ്കിലും ഇടണ്ടേ? തുട്ട് തുട്ട്. എന്റെ പോക്കറ്റിലോട്ട് ഇടുന്നത് എനിക്ക് വേണ്ടിയല്ല, അത് നിന്റെ ഭാവിക്ക് വേണ്ടിയാണ്. എനിക്ക് എത്ര പോക്കറ്റ് ഉണ്ടെന്നറിയാം. ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, 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 ഇവിടെ 2 പോക്കറ്റ് ഉണ്ട്. 2 എന്തിനാണെന്നറിയാം? ആർക്കെങ്കിലും രൂപ ഇടണമെങ്കിൽ ഇഷ്ടമുള്ള പോക്കറ്റ് ഇടാം. നിങ്ങൾ ഇട്ടു നോക്ക്, ഞാൻ വാങ്ങിക്കും. എന്നാൽ കൊട്ടാരക്കര അപ്പോസ്തലൻ നല്ല ഒന്നാന്തരം വിഗ് വെച്ചാണ് തൻ്റെ കഷണ്ടി മറച്ചിരിക്കുന്നത്. സൂത്രം, സൂത്രം, കഷണ്ടി മറയ്ക്കാനുള്ള സൂത്രം. ഇനി കുത്തിയിരുന്നു വായിച്ചാൽ ഉടലോടെ സ്വർഗത്തിൽ പോകുവാൻ സഹായിക്കുന്ന ആ പുസ്തക കച്ചവടം നമുക്കൊന്ന് കാണാം. ഇന്നാണ് ഈ പുസ്തകം ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഞാൻ PG അങ്കിളിൽ നിന്ന് കൈമാറുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ. ഹല്ലേലൂയ. എല്ലാവരും കൈയൊന്ന് ഉയർത്തിക്കുക. ഇതിലോട്ട് വാങ്ങിക്കാത്തവരൊക്കെ വാങ്ങിക്കണം. ഇതിന് എത്ര രൂപയാ വില? 399. ഇതോ കുറഞ്ഞത് 1000 രൂപയെങ്കിലും ചിലവാകും പ്രിൻ്റ് ചെയ്യാൻ. ഞാൻ പുസ്തകം അച്ചടിക്കുന്നവനെ, എനിക്കറിയാം. 399 വിൽക്കുന്നത്, നഷ്ടത്തിന് വിൽക്കുക. നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ പൊളിഞ്ഞ് പാളീസായി പോരും. വാങ്ങിക്കാത്തവരൊക്കെ വാങ്ങിക്കണം കേട്ടോ. എൻ്റെ ഒരു ബുക്ക് സ്റ്റാൾ അവിടെയുണ്ട്. പോകുമ്പം പുസ്തകം വാങ്ങിക്കണം. ഇന്ന് ഫ്രീ ആണ്, പുസ്തകങ്ങളെല്ലാം ഫ്രീ ആണ്. രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാം. എനിക്കും ആഗ്രഹമുണ്ട് ഫ്രീ ആയിട്ട് തന്നാൽ കൊള്ളാമെന്ന്. അച്ചടിക്കാൻ രൂപ കൊടുക്കണ്ടായോ? അതുകൊണ്ടാണ്. എങ്കിലും വില കുറച്ച് കൊടുക്കുക. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് 1000-ഓളം രൂപ വില വരും. ആ 400 രൂപയ്ക്ക് തരുന്ന 6 രൂപ. അതുപോലെയാണ് ഞാനും നഷ്ടപ്പെട്ടിട്ടാണ് തരുന്നത്. എൻ്റെ രൂത്ത് എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. 400 രൂപയ്ക്ക് വിൽക്കേണ്ടത് ഞാൻ 200 രൂപയ്ക്ക് വിൽക്കുകയാണ്. ഞങ്ങൾക്കൊരു അഭിമാനമാണ് PG അങ്കിൾ, ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ് PG അങ്കിൾ. ഞങ്ങളുടെ എല്ലാ ആദരവും സ്നേഹവും അങ്കിളിനോട് പറയുന്നു. അങ്കിൾ ഞങ്ങൾക്കൊരു റോൾ മോഡലാണ്. കുടുംബജീവിതത്തിൽ, മക്കളെ വളർത്തുന്നതിൽ, ആത്മീക ശുശ്രൂഷയിൽ, പണമിടപാടുകളിൽ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യു ആർ ദ റോൾ മോഡൽ ഫോർ us. We are bless you in the name of Jesus. കൈകൾ അടിച്ച് കർത്താവിന്റെ ദാസനെ സ്വാഗതം ചെയ്യാം. ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന, വിചിന്തനം ചെയ്യുന്ന ITV ന്യൂസ് പ്രേക്ഷകനും ദൈവനാമം വൃഥായി എടുത്ത് വിളയാടുന്ന ആത്മീയ കുർവാ സംഘത്തിൻ്റെ പ്രവർത്തികളിൽ മനോവ്യതയുമുള്ള
ക്രിസ്തുവിനെ അറിയുന്ന റോണി എന്ന ചെറുപ്പക്കാരൻ്റെ ചിന്തകൾ ITV ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. കേട്ടാലും. ഏത് ബിസിനസ് നമ്മൾ ആരംഭിച്ചാലും അതിൽ നിന്ന് ഒരു ലാഭം കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഏത് ബിസിനസ്സും നമ്മൾ ആരംഭിക്കുന്നത്. ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തം അല്ലാത്ത നടക്കുന്ന ഒരു ബിസിനസ്സാണ് ആത്മീയ കച്ചവടം. ഇന്ന് നമ്മൾ കാണുന്ന ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു വലിയ കച്ചവടം തന്നെയാണ്. അതിൽ നിന്ന് മാക്സിമം എത്രമാത്രം പൈസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് നടത്തുന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരു ചർച്ച് ബിൽഡിംഗ് പോലും പണിതിട്ടുമില്ല, പണിയാനുള്ള ആഹ്വാനം കൊടുത്തിട്ടുമില്ല, പണിയണമെന്ന് പറഞ്ഞിട്ടുമില്ല. ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കുന്നവരുടെ ഒരു കൂട്ടത്തിനെ സഭ എന്ന് വിളിക്കുന്നുണ്ട്. അല്ലാതെ കല്ലുകളുടെ മേൽ കല്ലുകൾ അടുക്കി വെച്ച് പണിത് 3-4 നിലകളിലൂടെ പണിതുയർത്തിയ ഒരു ബിൽഡിങ് അതാണ് ചർച്ചെന്നും അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ആരാധിപ്പിക്കുകയാണ് സുവിശേഷമെന്നും എവിടുന്നാണ് ഈ രീതി പുറപ്പെട്ടു വന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഈ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് എന്താണ് നൽകുന്നത്? ഈ ബിൽഡിങ്ങുകൾ കുറേ പേരെ സമ്പന്നരാക്കി തീർക്കുന്നു, കുറേ പേരെ ദരിദ്രന്മാരാക്കി തീർക്കുന്നു. ഇവിടെ എവിടെയാണ് ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടുന്നത്? നിങ്ങളുടെ ഇല്ലായ്മകളെ ചൂഷണം ചെയ്തും നിങ്ങളുടെ രോഗങ്ങളെ ചൂഷണം ചെയ്തും നിങ്ങളെ തന്നെ ചൂഷണം ചെയ്തും കുറേ പേർ സമ്പന്നരാകുന്നതല്ലാതെ ഇവിടെ എന്താണ് നടക്കുന്നത്? ഒരു ആത്മീയ കച്ചവടക്കാരനും ഇതിൽ നിന്ന് ലാഭമല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിച്ചിറങ്ങുന്നില്ല. മാക്സിമം എത്രമാത്രം കൊള്ളയടിക്കാം എന്നുള്ളത് മാത്രമാണ്. പറ്റിക്കപ്പെടുവാൻ ഒരു സമൂഹം നിന്ന് കൊടുക്കുന്നിടത്തോളം കാലം ചൂഷണം ചെയ്ത് കൊള്ളയടിക്കാൻ ഒരു വലിയ സമൂഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിപ്പോഴത്തെ ന്യൂജൻ പാസ്റ്ററായാലും പഴയ ഓൾഡ് ജനറേഷനിൽപ്പെട്ട പാസ്റ്ററായാലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മാക്സിമം ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൊട്ടാരക്കരയിൽ 8 കോടിയുടെ ചർച്ച് പണിയുവാനായിട്ട് തൻ്റെ വിലയേറിയ ₹1 സംഭാവനയായിട്ട് നൽകി അവിടെ ഇരുന്ന പാവപ്പെട്ട ജനങ്ങളുടെ 1 മാസത്തെ ശമ്പളം ഇതിലേക്ക് നൽകണം എന്ന് പറഞ്ഞ് അഭ്യർത്ഥിച്ച ആ പാസ്റ്ററിനെ നിങ്ങൾക്ക് പലർക്കും പരിചയം കാണും. അദ്ദേഹമാണ് പ്രശസ്ത പാസ്റ്റർ PG വർഗീസ്, അല്ലെങ്കിൽ പലരുടെയും PG അങ്കിൾ. വിക്കിപീഡിയ അനുസരിച്ച് 2001 അദ്ദേഹത്തിന് ഏകദേശം 3000-നടുത്ത് ചർച്ചുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2024 ആണ്ടിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് 5000-ന് മുകളിൽ ചർച്ചുകൾ ഉണ്ടാകാനാണ് സാധ്യത. ഇന്ന് ഭിക്ഷക്കാരുടെ കയ്യിൽ പോലും കാണാത്ത ₹1 അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടപ്പോൾ പലർക്കും തോന്നിക്കാണാം അദ്ദേഹം വളരെയധികം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു പാസ്റ്റർ ആയിരിക്കും, അദ്ദേഹത്തിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാണുമെന്ന് പലരും വിശ്വസിച്ച് കാണും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ ഒന്നും ഇതുപോലെ ശക്തമല്ലാത്ത കാലഘട്ടം, അല്ലെങ്കിൽ അതൊന്നും ഇല്ല, അദ്ദേഹം തൻ്റെ ബുക്കുകളിലൂടെ കൃത്യമായി ദശാംശം കൊടുക്കണമെന്ന് വളരെയധികം ശക്തമായി പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരാളാണ്. കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതിനെ കൊടുക്കണമെന്ന് അദ്ദേഹം വളരെയധികം ശക്തമായി നമ്മളോട് അദ്ദേഹത്തിൻ്റെ ബുക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതിനെ കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്. അദ്ദേഹം എന്നല്ല, എല്ലാ പാസ്റ്റേഴ്സും നിങ്ങളുടെ ഏറ്റവും നല്ലത്, അതായത് നിങ്ങൾ ഈ ദശാംശമോ തോത്രാഴ്ചയോ ഓഹരിയോ ഇതൊക്കെ ഇടാവുന്ന സമയത്ത് ഏറ്റവും നല്ലതിനെ എടുത്ത് കൈപ്പിടിക്കാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതിനെ കൊടുക്കുന്ന ഈ പാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒരു നോട്ടാണ് ആ ₹1 നോട്ട്. PG അങ്കിൾ മറ്റുള്ള പാസ്റ്റേഴ്സിനെ പോലെയല്ല. PG അങ്കിൾ എനിക്ക് തോന്നുന്നു 2-3 സിനിമ, ക്രിസ്ത്യൻ സിനിമ നിർമ്മിച്ചതും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഈ PG അങ്കിൾ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് PG അങ്കിൾ വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. തൻ്റെ ഈ 10,000 വരുന്ന ഈ സഭ തൻ്റെ മക്കൾക്കല്ല കൊടുക്കുന്നത്, തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന തൻ്റെ വേലക്കാരനായ ജോയി എം തോമസ് എന്ന് പറയുന്ന ആളിനാണ് കൊടുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അറിഞ്ഞത് ജോയി എം തോമസ് പുള്ളിയുടെ സഭയിൽ നിന്ന് പോയി എന്നാണ് അറിയുന്നത്.
പിന്നെ ഇനിയിപ്പം ഈ സഭകളൊക്കെ പുള്ളി ആർക്കാണ് കൊടുക്കാൻ പോകുന്നത്, ഇനി വേറെ ദാസനുണ്ടോ അതോ മക്കൾക്കാണോ ഒന്നും അറിയത്തില്ല. പക്ഷേ ഒരു പുസ്തകം പോലും, പുള്ളി എഴുതിയ ഒരു പുസ്തകം പോലും ഫ്രീ ആയിട്ട് കൊടുക്കാത്ത പുള്ളി സഭ കൊടുക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. നമ്മളൊക്കെ ഓർക്കും ഇദ്ദേഹം സ്വന്തം പൈസ എടുത്തുകൊണ്ട് ബുക്കൊക്കെ പ്രിൻ്റ് ചെയ്യിപ്പിക്കുന്നതാണ് എന്നുള്ളത്. ജനങ്ങളുടെ കാശ്, തങ്ങളുടെ തലമണ്ടയിൽ വിരിയുന്ന ആശയങ്ങൾ, ജനങ്ങളുടെ കാശുകൊണ്ട് ബുക്ക് എഴുതി അത് പ്രിൻ്റ് ചെയ്യിപ്പിച്ച്, ഇനി ഇവരാണോ അതോ ഇനി വേറെ വല്ലവരും എഴുതി കൊടുക്കുകയാണോ എന്നറിയില്ല, അത് പ്രിൻ്റ് ചെയ്ത് ഇറക്കി ഇവർക്ക് തന്നെ ഏറ്റവും കൂടിയ വിലയ്ക്ക് വിൽക്കുക. ഇതിൽ കൂടുതൽ ഇനി ലാഭവും കച്ചവടവും വേറെ വല്ലതും വേണോ? കർത്താവായ യേശു ക്രിസ്തു വാമൊഴിയായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇവിടുത്തെ ഈ അപ്പോസ്തലന്മാരും പാസ്റ്റേഴ്സും ഒക്കെ ഓരോ ബുക്ക് എഴുതി ആൾക്കാരുടെ കൈ കൊടുത്തില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കും? ഈ ആശയങ്ങൾ വെച്ചവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ഇത് എഴുതി ബുക്കാക്കി പ്രിൻ്റ് ചെയ്യിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് പറഞ്ഞാലും തിരികെ അത് ബുക്കാക്കി അത് പറഞ്ഞെങ്കിൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂ. ഇനി ഇവർ തന്നെയാണ് ഇത് എഴുതുന്നത് എനിക്കറിയത്തില്ല, ഇനി പലരെ കൊണ്ട് എഴുതിപ്പിക്കുകയാണോ. എന്തോ ആയാലും ഇതിലും വലിയൊരു കൊള്ള ഇനി ലോകത്ത് നടക്കാനുണ്ട്. കൊട്ടാരക്കര ടിൻറ്റുമോൻ എഴുതിയ ബുക്ക് ആണ് അനുഗ്രഹത്തിൻ്റെ താക്കോൽ. അത് പ്രകാശനം ചെയ്ത ആളാണ് കൊട്ടാരക്കര ടിൻറ്റുമോൻ്റെ PG അങ്കിൾ. ഈ PG അങ്കിൾ എഴുതിയ വേറൊരു ബുക്കാണ് അത്ഭുതങ്ങളുടെ താക്കോൽ. ഈ രണ്ടു പേരും ഓരോ താക്കോലുകളെക്കുറിച്ചുള്ള ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല 399 രൂപയ്ക്ക് ടിൻറ്റുമോൻ തൻ്റെ ബുക്ക് വിൽക്കുന്നതിനെ പറ്റി പുള്ളി PG അങ്കിൾ പറയുന്നത്, നീ ബിസിനസ് തുടങ്ങാഞ്ഞത് നന്നായിപ്പോയി, അല്ലെങ്കിൽ ഭയങ്കര നഷ്ടം ഉണ്ടായതിനെ വന്നു. കാരണം 1000 രൂപയുടെ ബുക്കാണ്, 1000 രൂപയ്ക്ക് അത് വിൽക്കാൻ പറ്റും. പുള്ളിക്ക് എന്തോ വലിയ സങ്കടമായിപ്പോയി. അത് ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികളോട് ഒരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ അമേരിക്കയിലായിരിക്കാം, UK ഓസ്ട്രേലിയയിലായിരിക്കാം, ജപ്പാനിലായിരിക്കാം, എവിടെയായിരുന്നാലും നിങ്ങൾക്ക് നല്ല വരുമാനമുള്ള ജോലി ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പൈസ കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും വല്ല ഇൻവെസ്റ്റ് ചെയ്യാനോ വല്ലതൊക്കെ നോക്കുക. അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അനേകം ആൾക്കാരുണ്ട്. തൻ്റെ രോഗത്തിന് ഒരു മരുന്ന് മേടിക്കാൻ കാശില്ലാതെ അനേകർ ഭാരപ്പെടുന്നുണ്ട്. തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു സാധാരണ സ്കൂളിൽ പറഞ്ഞു വിടാൻ കഴിയാതെ പോകുന്ന അനേകരുണ്ട്. പലവിധമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ. ചില കുടുംബങ്ങളിൽ 1-2 കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്ത അനേകരുണ്ട്. പലരും അത് തുറന്നു പറയുന്നത്, മിഡിൽ ക്ലാസ്സുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം അവരത് തുറന്നു പറയത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലെയുള്ള 5 സ്റ്റാർ ലെവലുകളിൽ ജീവിക്കുന്ന പാസ്റ്റേഴ്സിന് നിങ്ങൾ പൈസ അയച്ചു കൊടുത്ത് നശിപ്പിക്കരുത്. നിങ്ങൾ ഓർക്കുന്നുണ്ട് വലിയ പുണ്യപ്രവൃത്തിയോ ദൈവപ്രവൃത്തി, ഇതൊന്നും ദൈവപ്രവൃത്തിയോ, ദൈവം ഇവരെ അറിയുന്നില്ല, പിന്നല്ലേ നിങ്ങൾ കൊടുത്ത പൈസ അറിയാൻ പോകുന്നത്. ദൈവം ഇതുപോലെയുള്ള പാസ്റ്റേഴ്സിനെ അറിയുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ കൊടുത്ത പൈസ എങ്ങനെ ദൈവം അറിയും? ഞാനിത് പറയാനുള്ള കാരണം, പ്രത്യേകിച്ച് ഞാൻ ഈ PG അങ്കിളിൻ്റെ വെബ്സൈറ്റിൽ പോയതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റാണ് itmissions.org. അവിടെ FCRA എന്ന് പറഞ്ഞ് ചെറിയ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ലിങ്കിൽ കഴിഞ്ഞ ദിവസം കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറേ വർഷത്തെ വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന് കൊടുത്ത സംഭാവനയുടെ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിയായിട്ടുള്ള കണക്കാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അദ്ദേഹം അവിടെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് ഞാൻ ഇരുന്ന് കൂട്ടി നോക്കിയപ്പോൾ എല്ലാ വർഷത്തെയും അപ്ഡേറ്റ് അല്ല, കുറച്ച് വർഷത്തെ മാത്രം. എനിക്കൊന്ന് 2023 ആദ്യത്തെ 3 മാസം കഴിഞ്ഞതിന് ശേഷം അത് അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആവറേജ് ഒരു വർഷം വിദേശത്തുനിന്ന് മാത്രം ആൾക്കാർ അയച്ചു കൊടുത്ത്, അമേരിക്ക, UK, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അയച്ചു കൊടുത്തിരിക്കുന്നത് ഒരു വർഷം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന 10 കോടി രൂപയാണ്. ഏകദേശ കണക്ക് 10 കോടിയാണ്. അതിൽ ഒട്ടും കുറവില്ലാതെ സംശയമുള്ളവർക്ക് ഞാൻ ഈ പറഞ്ഞ itmissions.org പോയിട്ട് നിങ്ങൾ FCRAയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് കൂട്ടി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന് ഒരു വർഷം ഏകദേശം എത്ര കോടി രൂപയാണ് ലഭിക്കുന്നത്. ഓരോ ക്വാർട്ടറിലും പുള്ളിക്ക് 2.5 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പല വേരിയേഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പോയി നോക്കാം. ഈ കണക്ക് അദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത്
നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പല പാസ്റ്റേഴ്സും അവിടെ കൊടുക്കാറില്ല അവരുടെ റിയലായിട്ടുള്ള കണക്കുകൾ. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ വിദേശത്തു നിന്ന് വരുന്ന ഒരു FCRAയുടെ ഒരു കണക്ക് അവിടെ കാണിക്കുന്നത് ഞാൻ കണ്ടു. അത് കൂട്ടി നോക്കിക്കൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമ്മളിവിടെ നോക്കേണ്ടത് ഈ വിദേശത്തു നിന്ന് വരുന്ന ഈ വരുമാനവും, ആദ്യമേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് ഏകദേശം 4000 കൂടുതൽ സഭ കാണും. ആ സഭകളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും, അദ്ദേഹം ഇന്ത്യയിൽ നടത്തുന്ന മീറ്റിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനവും, അദ്ദേഹത്തിൻ്റെ ഈ മഹാഗ്രന്ഥങ്ങളായി ഇങ്ങനത്തെയുള്ള പുസ്തകങ്ങൾ എഴുതി കിട്ടുന്ന വരുമാനങ്ങളും, ഇതെല്ലാം കൂടെ ഒരു ആവറേജ് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ അന്ന് അദ്ദേഹം ഈ 1 രൂപ കൊടുത്തല്ല ഈ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഈ ആഹ്വാനം നടത്തേണ്ടത്. മിനിമം 1 കോടി രൂപയെങ്കിലും കൊടുത്തിട്ടായിരിക്കണമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനം അനുസരിച്ചിട്ടാണെങ്കിൽ മിനിമം 1 കോടി രൂപയെങ്കിലും അദ്ദേഹം ദശാംശമായിട്ട്, ഇവരാണല്ലോ ഈ ദശാംശവും ഓഹരിയൊക്കെ ഈ പറഞ്ഞ് മേടിച്ച് നടക്കുന്നവർ, കൊടുക്കേണ്ടതല്ലേ? അതുകൊണ്ട് ഇനിയെങ്കിലും വിദേശത്തു നിന്ന് പണം അയച്ച് ഇവർക്ക് ഈ ബുക്കുകൾ എഴുതാനും അത് പ്രിൻ്റ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഈ വിദേശത്ത് നിന്ന് പല കാര്യങ്ങൾ നിങ്ങളറിയുന്നില്ല എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരിത് വിനിയോഗിക്കുന്നുള്ളത്. ഞാൻ പറയുന്നു, ആദ്യമേ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ദൈവം പോലും അറിയുന്നില്ല ഇവന്മാർ പാസ്റ്റർമാരാണെന്ന്, ഇവന്മാർ ഏതാണെന്ന് പോലും. പിന്നെങ്ങനെയാണ് നിങ്ങൾ ഇവർക്ക് കൊടുത്ത പൈസ ദൈവം അറിയാൻ പോകുന്നത്? അത് നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കണം. നിങ്ങൾ ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ബൈബിള് തീർത്തും പറയുന്നുണ്ട്. ഇതുപോലെയുള്ള പാസ്റ്റർമാരെ സംബന്ധിച്ച് അവർക്ക് മേടിച്ചേ ശീലമുള്ളൂ, കൊടുത്ത് ശീലമില്ല. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിക്കുക യുവന്മാരെ, അത്രയുമേ പറയുവാനുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.